നമ്മൾ കഴിഞ്ഞ വീഡിയോയില് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർസ് എല്ലാം മേടിക്കാം നമുക്കറിയാം. പക്ഷെ എല്ലാവരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യോ ഡയറക്റ്റ് ആയിട്ട്? ചിലവർക്ക് അതിനുള്ള നോളജ് ഉണ്ടാവില്ല. എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് അറിയില്ലായിരിക്കാം. ഏത് കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കണം, എപ്പോ വിൽക്കണം ഒന്നും അറിയില്ലായിരിക്കാം. ചിലപ്പോ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാവും, പക്ഷെ എങ്ങനെ ചെയ്യണം എന്നറിയില്ലായിരിക്കാം. അപ്പോ അവരെന്ത് ചെയ്യും? അവർക്ക് ചെയ്യാവുന്നത് ഇത് അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ ഇത് ഏൽപ്പിക്കാം. അവര് അല്ലെങ്കിൽ ആ ആള് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചെറിയൊരു ഫീസ് എടുത്തിട്ട് പ്രോഫിറ്റ് നമുക്ക് തരുന്നു. ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസ് ഇത്രയേ ഉള്ളൂ. ഒരു മ്യൂച്വൽ ഫണ്ട്, അതായത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരായിരിക്കാം, അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. 1000 രൂപ എന്ന് വിചാരിച്ചു ഒരു മാസം. അപ്പോ അത് വലിയ പൂളായി മാറാണ്, കുറെ പേരുടെ ലക്ഷക്കണക്കിന് പൈസ. ആ കമ്പനിയിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ട്. ഒരാളാണെന്ന് തന്നെ വിചാരിച്ചോ, ഒരാളാണ്, ഒരു ടീമും ഉണ്ടാവാം. അവര് ഡെയിലി അവരുടെ ജോലി തന്നെ ഈ കമ്പനികളെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ നടക്കുന്ന ചേഞ്ചുകളും ന്യൂസും ഈ ഇൻഡിവിജ്വൽ കമ്പനീസും അവരിൽ തന്നെ ചേഞ്ചസും അവിടുത്തെ മാനേജ്മെന്റും അവരുടെ പ്രോഫിറ്റും ലോസും റൂൾസും എല്ലാം പഠിച്ച് ഇരിക്കുന്ന എക്സ്പേർട്സ് ആണ് ഇവര്. ഇവർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, അവര് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലായി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന്. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പോകേണ്ട കാര്യമില്ല. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗമാവണം, അത് എനിക്ക് നേരിട്ട് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്റ്റോക്കായിട്ട് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കുന്നില്ല. അതിന് പകരം ഒരു എക്സ്പേർട്ടിനെ ഞാൻ അത് ഏൽപ്പിക്കുന്നു. അവരിലൂടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഭാഗമാവുന്നു. സിമ്പിൾ. അപ്പോൾ നീ ചോദിക്കാം, ഇതിനെന്തിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്? ഇപ്പോ മ്യൂച്വൽ എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം. അതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ടുഗെദർ അല്ലെങ്കിൽ ഷെയർഡ് അല്ലെ. അതായത് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരാളുടെ പൈസയല്ല ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നത്. പതിനായിരക്കണക്കിന് ആൾക്കാരുടെ കാശ് ഒരുമിച്ചെടുത്ത് പൂൾ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് മ്യൂച്വൽ. അപ്പോ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ലോ, കുറെ പേരുടെ കാശ് ഒരൊറ്റ കോമൺ ഗോളിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഗോൾ എന്താണ്? പൈസയുടെ വാല്യൂ കൂട്ടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇത് ചെയ്യുന്ന ആളാണ് ഫണ്ട് മാനേജർ. അതായത് ഇപ്പോ കളിക്കുമ്പോ ക്യാപ്റ്റൻ എന്ന് പറയില്ലേ, എങ്ങനെ കളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആള്, അതാണ് ഫണ്ട് മാനേജർ. അപ്പോ നമുക്കിത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പൈസ ഇടുകയാണല്ലോ, ആ പൈസക്ക് അവിടെ എന്താണ് സംഭവിക്കാന്ന് നോക്കാം. ഞാൻ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഞാൻ ആ പൂളിലേക്ക് ജോയിൻ ആവുകയാണ്. ഇപ്പൊ ഞാനും ഇത് കാണുന്ന ഒരാളും ആരും ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും പൈസ ഒരു പൂളായി മാറാണല്ലോ. അതിന്റെ ഒരു പൂളിലേക്ക് ഞാനും ജോയിൻ ചെയ്യുന്നു. റൈറ്റ്? അതാ വലിയൊരു ഫണ്ടായി മാറി. അതായത് ഒരു വലിയ ഫണ്ടിന്റെ ഭാഗമായി മാറി. അത് കഴിയുമ്പോൾ നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഫണ്ടിലേക്ക് നമ്മൾ ജോയിൻ ആയി, ആ ഒരു വലിയ പൂളിലേക്ക്. അത് കഴിയുമ്പോൾ ഫണ്ട് മാനേജർ ചാർജ് എടുക്കുകയാണ്. അതായത് അടുത്തത് പുള്ളിയുടെ ആക്ഷൻ ആണ്, പുള്ളി ഇൻ ചാർജ് ആണ്. ഇനി ആ പൈസ കൊണ്ട് പുള്ളി എന്തായിരിക്കും ചെയ്യാന്ന് നമുക്കൊന്ന് റഫായിട്ട് നോക്കാം. നമ്മളപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇൻഡിവിജ്വലി ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കുകയാണ്. അത് മുകളിലേക്ക് പോവാം, താഴത്തേക്ക് പോവാം. റൈറ്റ്? ഇപ്പൊ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അവൻ താഴത്തേക്ക് പോയാൽ നമുക്ക് ഭയങ്കര വിഷമവും, നമ്മൾ ചിലപ്പോൾ വിറ്റ് കളയും, മതിയെന്ന് വിചാരിക്കും. ഇനി ഇൻട്രാഡേ ഒക്കെ ആണെങ്കിൽ അന്ന് തന്നെ പൈസ പോവാം. അതേസമയം ഇതിനപ്പുറം ചിലപ്പോൾ ലാഭമായിരിക്കും കിട്ടുക, നമുക്കറിയില്ല. പക്ഷെ നമ്മള് ഒരു സ്റ്റോക്കോ 2 സ്റ്റോക്കോ 4 സ്റ്റോക്കോ മേടിക്കുമ്പോൾ ഇതെല്ലാം താഴത്തേക്ക് പോയാൽ എല്ലാം പോയി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലെങ്കിലും എല്ലാം പോയി എന്നുള്ളതായി. അതേസമയം ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ എന്താ സംഭവിക്കുക? നമ്മളിപ്പോ പറഞ്ഞു, ആ പൂളിലേക്ക് നമ്മൾ ജോയിൻ ആയി. അത് കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് മാനേജർ ചാർജ് എടുത്തു. ഇവര് ചെയ്യുന്നത്, ഇവരുടെ ടീം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളായിക്കോട്ടെ, ആള് ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. അതായത് 1-2 കമ്പനിയല്ല, 30-ന് മുകളിൽ കമ്പനിയിലാണ് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം, അവിടെ ഒരു ബാലൻസ് ആയി അല്ലെ. ഇപ്പൊ കുറച്ച് കമ്പനികൾ താഴത്തേക്ക് പോയാലും അവിടെ ബാലൻസ് ചെയ്യാൻ ബാക്കി കമ്പനികളുണ്ട്. നമ്മുടെ പൈസ ഡൈവേഴ്സ് ആയി പല പല കമ്പനികളിൽ കിടന്ന് കളിക്കുന്നു. അതായത് ഞാൻ പോയി ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിനേക്കാളും അതിന് പകരം കുറെ കമ്പനികളിൽ പൈസ ഡൈവേഴ്സ് ആയി എക്സ്പേർട്സ് ആണ് മാനേജ് ചെയ്യുന്ന സേഫ്റ്റി. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലായി ഒരു മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് എടുത്തു പറയണം, മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ പൈസ ഇടുമ്പോൾ എല്ലാ പൈസയും കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല. അതിപ്പോ ഡെറ്റ് ഫണ്ടിലായിരിക്കാം, ഗവൺമെന്റ് ബോണ്ട്സ് മേടിക്കുന്നുണ്ടാവും, ലിക്വിഡ് ആയിട്ട് പൈസ വെക്കുന്നുണ്ടാവും.
പക്ഷെ മെജോറിറ്റി പോകുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ്. പക്ഷെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാനുള്ള. നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ മെജോറിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിനെങ്ങനെ വിശ്വസിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫണ്ട് മാനേജർ, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ ഫണ്ട് മാനേജർ ഒരു കളിയിലെ ക്യാപ്റ്റനെ പോലെയാണ്, എങ്ങനെ കളിക്കും എന്ന് തീരുമാനിക്കും അല്ലെ. അതേസമയം അവിടെ ഒരു റെഫറിയും കൂടി ഉണ്ട്. ആരാണ് റെഫറി? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ പറഞ്ഞ ഫണ്ട് ഹൗസസ് എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, എത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നൊക്കെ കമ്പൽസറി ആയിട്ടുള്ള സെബിയുടെ റൂൾസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമാണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി, ഓ പുള്ളിക്ക് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ കുറെ അറിയാം എന്ന് പറഞ്ഞ് കുറെ പൈസ കൊടുക്കുകയല്ല. ഇത് ഗവൺമെന്റ് ഡയറക്ട്ലി കൺട്രോൾഡ് ആണ്. അതായത് ഈ AMCs ഒക്കെ സെബിയുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ ഗ്രോ ഉണ്ട്, കുവേര ഉണ്ട്, സെറോദ ഉണ്ട്. ഇതിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ആപ്സ് ഒന്നും വേണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനീസിന്റെ വെബ്സൈറ്റിൽ പോയി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ SBIയുടെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ICICI ആണെങ്കിലും HDFC ആണെങ്കിലും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയി സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോ നമ്മളൊരു നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് തുടങ്ങുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. KYC എല്ലാം ഒന്ന് പാസ്സായാൽ മതി. പാൻ കാർഡ് ഒക്കെ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ നെറ്റ്ഫ്ലിക്സ് എല്ലാം തുടങ്ങുമ്പോൾ ആലോചിക്കണം, പർപ്പസ് ഇവിടെ വേറെയാണ്. ഇവിടെ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മുടെ പൈസേനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്കൊന്നും പോയില്ലെങ്കിലും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് ആക്ച്വലി സിമ്പിൾ ആയിട്ട് മനസ്സിലായി അല്ലെ. ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറയാം. എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗമാവണം, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് ഈ കമ്പനികളുടെയൊക്കെ ഷെയറിന്റെ ഒരു ഭാഗം വേണം. ഓക്കെ, അതിന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ചെയ്യാൻ എനിക്ക് റിസ്ക് ആണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു AMC, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. എനിക്ക് വേണ്ടി അവിടുത്തെ എക്സ്പേർട്സിന്റെ ടീം, ഫണ്ട് മാനേജർ ഇത് മാനേജ് ചെയ്യും. ചെറിയൊരു ഫീസ് കൊടുക്കണം, ബാക്കി പ്രോഫിറ്റ് എനിക്ക് കിട്ടും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. ഇതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ബേസിക്കലി. ഇനി ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് പിന്നെ നോക്കാം.